ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പ്ലെൻഡിഡ് ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ പ്ലാന്റ് കെയർ സീരീസിൻ്റെ 9ാമത്തെ വീഡിയോ ആണ്. 9ാമത്തെ പ്ലാന്റാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് ഡെവിൾസ് ബാക്ക് ബോൺ എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ്. നമ്മുടെ പണ്ട് വേലികളിലൊക്കെ കണ്ടിരുന്ന തത്തമ്മ ചെടി എന്നൊക്കെ പറയുന്ന ചെടിയുടെ ഒരു ഗ്രൂപ്പിൽപ്പെട്ടത്. പെഡിലാന്തസ് ഗ്രൂപ്പാണ് ഈ ചെടിയുടെ വരുന്നത്. യൂഫോർബിയ തൈത്തിമോലൈഡസ് എന്നാണ് ഇതിൻ്റെ പേര്. നമ്മുടെ കോമൺ ആയിട്ട് കാണുന്ന ചെടി തന്നെയാണ്. നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ച പോലത്തെ ലീഫൊക്കെ ആയിട്ട് കുറച്ച് ഫ്ലഷി ആയിട്ട് പാലുള്ള ടൈപ്പ് ഒരു ചെടി. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗ്രൂപ്പായിട്ട് വളരുമ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നൊരു ചെടിയാണിത്. നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താം. പക്ഷേ ഹാങ്ങിങ് ആയിട്ട് വളർത്തുമ്പോൾ ഇത്ര ബുഷി ആയിട്ട് വരില്ല. ഇതിൻ്റെ ഒരു തണ്ട് ഞാൻ ഒടിച്ച് കാണിക്കാം. ഒരു പാലുള്ള ടൈപ്പ് ചെടിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു കറ പോലെ വരും. ആദ്യകാലങ്ങളിലൊക്കെ നമ്മുടെ വേലികളിലൊക്കെ കണ്ടിരുന്നു തത്തമ്മ പോലത്തെ പൂവുള്ള ടൈപ്പ്. അത് ഇതിൻ്റെ ഒരു വകഭേദമാണ്. ഇത് വേറെ ഒരു ഡെവിൾസ് ബാക്ക് ബോൺ എന്നറിയപ്പെടുന്ന ഒരു ചെടി. അതായത് നട്ടെല്ല്, ചെകുത്താൻ്റെ നട്ടെല്ല് എന്ന് പറയും. രണ്ട് ഭാഗത്തും ഈക്വലായിട്ട് പെയേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും ലീഫ്. അപ്പോൾ ഞാൻ പാലുള്ള കട്ട് ചെയ്ത ഭാഗത്ത് കുറച്ച് മണ്ണ് വെച്ച് കൊടുക്കുകയാണ്. ചെടി കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് മണ്ണിൽ വളർത്താം, അതുപോലെ ചട്ടിയിലും വളർത്താം. ഒരുമിച്ച് ഇങ്ങനെ ബഞ്ചായിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. പ്രൊപ്പഗേഷൻ എന്നൊക്കെ പറയുന്നത് വളരെ ഈസിയാണ്. ഇതിൻ്റെ വേര് പിടിപ്പിച്ചെടുക്കാൻ കുറച്ച് പാടാണ്. നമ്മളിങ്ങനെ ഒരു മൂത്ത ഒരു കമ്പ് പൊട്ടിച്ചെടുത്തിട്ട് ആണ് നട്ട് കൊടുക്കുന്നത്. നമുക്കിത് നടാം. പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയൊരു തണ്ടാണ് എടുത്തിട്ടുള്ളത് ഞാൻ. അപ്പോൾ നമ്മൾ മണ്ണിലേക്ക് ഡയറക്റ്റ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് മണൽ കൂടിയ മണ്ണാണ് വേണ്ടത്. മണ്ണും ചാണകപ്പൊടി ഉണ്ടെങ്കിൽ ചാണകപ്പൊടിയും, കുറച്ച് നനവ് അധികം ആവശ്യമില്ലാത്തതുകൊണ്ട് സക്കുലൻ്റ് വിഭാഗത്തിൽ പെട്ടതായതുകൊണ്ട് നമുക്ക് അത്യാവശ്യം മണലും കൂടി ചേർക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ പെഡിലാന്തസിൻ്റെ വേറൊരു ചെടി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, തത്തമ്മ ചെടി എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ വെരിഗേറ്റഡ് ആണിത്. വൈറ്റും ഗ്രീനും കൂടി കളർന്നത്. ഇതിൻ്റെ പ്യുവർ ഗ്രീൻ മാത്രമുള്ള വേറെ ചെടിയുമുണ്ട്. ഇത് ഞാനിങ്ങനെ വെള്ളത്തിൽ ഒരു കട്ടിങ് ഇട്ട് വെച്ചതാണ്. അപ്പോൾ അതിൽ വേറൊരു മുളയും വരുന്നുണ്ട്, ഒരു വേരും വന്നിട്ടുണ്ട്. വേര് പിടിപ്പിക്കാൻ കുറച്ച് സമയം എടുക്കും. ഒരു 1.5 മാസം അല്ലെങ്കിൽ 2 മാസത്തോളം നമ്മൾ വെള്ളത്തിലാണെങ്കിൽ ഇട്ട് വെക്കണം. മണ്ണിലാണെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ പിടിച്ച് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വെള്ളത്തിലാണ് ഇടുന്നത്. വെള്ളത്തിലിട്ട് വെച്ച് വേര് പിടിച്ച വേറൊരു ചെടി ഞാൻ കാണിച്ചു തരാം. ഇതൊരു 2-2.5 മാസത്തിന് മേലെ ആയിട്ടുണ്ട് കേട്ടോ ഇട്ട് വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ ഈ ലീഫുകളൊക്കെ കൊഴിഞ്ഞു പോവും. എന്നിട്ട് ഫ്രഷ് ആയിട്ടുള്ളൊരു ബ്രാഞ്ച് അതിൽ നിന്ന് മുളച്ച് വരികയാണ് ചെയ്യുക. ഇത് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്തത് ഞാൻ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ ഇതിൻ്റെ കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. പ്രത്യേകിച്ച് ഒന്നും കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. സൺലൈറ്റ് അത്യാവശ്യം നല്ലപോലെ കിട്ടുന്ന സ്ഥലത്താണ് വേണ്ടത്. ഒരുപാട് വെയിലടിക്കുന്ന സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ ഇത് നല്ല വെയിലുള്ള ഒരു ഭാഗമാണ്. പിന്നെ ഇവിടെ വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല പോലെ ഡ്രൈ ആയതിനു ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. വെള്ളം കുറഞ്ഞു പോയാലും ഇലകൾ കൊഴിഞ്ഞു പോകും. സൺലൈറ്റ് അധികമായാലും ഇലകൾ മഞ്ഞച്ച് കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിന് കെയർ എന്ന് പറഞ്ഞാൽ. ഇനി ഫെർട്ടിലൈസറിൻ്റെ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഫെർട്ടിലൈസർ വേണം തോന്നുന്നുണ്ടെങ്കിൽ മുട്ടത്തോട് പൊടിച്ചത് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പെർലൈറ്റ് ഇട്ട് കൊടുക്കാം. അത് 2 മാസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം ഇട്ട് കൊടുത്താൽ മതി, മണ്ണിളക്കി കൊടുത്തിട്ട്. അപ്പോൾ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. നമുക്ക് ചട്ടിയിൽ വളർത്തുമ്പോൾ ഇത്ര ബുഷിയായി കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും ഈ ആവശ്യത്തിന് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വെച്ചാൽ നല്ല ഗ്രീനിഷ് കളറായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ടുള്ള ഒരു ചെടിയുടെ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.